ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബെത്ലഹേം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും പ്രത്യേകമായിട്ട് ഈ ഒരു ആത്മീയ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എളിയ ദൈവദാസനാണ്. സുനിൽ രാമപുരം എന്ന് പറയും. വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ എനിക്ക് അറിയാവുന്ന ഒരു വചന പ്രഘോഷകനാണ്. വചനം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കാലഘട്ടത്ത് ഈശോയെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈശോ എന്ന പ്രാന്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലുടനീളം ഓടി നടക്കുന്ന വെറും ഒരു സാധാരണക്കാരനായ ഒരു ആത്മായ വ്യക്തിയാണ് സുനിൽ രാമപുരം. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങളുമായി പരിചയപ്പെടുത്തേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഈ കാലഘട്ടങ്ങളിൽ പല ധ്യാനകേന്ദ്രങ്ങളിലൂടെയും പല TV ഓൺലൈൻ ചാനലിലൂടെയും എല്ലാം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും ഞങ്ങൾ തമ്മിൽ വളരെയേറെ വർഷങ്ങളായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏറെ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആ ഒരു സ്നേഹ സംഭാഷണം, സൗഹൃദം, നവീകരണത്തിൽ ഞങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവങ്ങൾ, ഞങ്ങൾ നവീകരണത്തിലൂടെ വളർന്നു വന്ന ആ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സുനിൽ ബ്രദറിനെ യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം തോമസ് കുര്യനെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ചെറുപ്പം തുടങ്ങി നമ്മളുടെ ബന്ധമുണ്ട്. തോമസ് കുര്യനെ ഇപ്പം കോട്ടയം ടൗണിൽ വെച്ചാൽ ഹല്ലേലൂയ എന്ന് പറയും. അതെന്നെ ഒരുപാട് എനിക്കിഷ്ടമാണ് അങ്ങനെ പറയുന്നത്. ഈ ഹല്ലേലൂയ എന്നുള്ള വാക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അത് പറയുമ്പോൾ എനിക്കൊരു എന്താ പറയുക, രണ്ട് ഈ നമ്മൾ തമ്മിലൊരു എന്താ പറയുക കൂടപ്പിറപ്പ് പോലെ എന്നുവെച്ചാൽ ഒരു എന്താ പറയുക ഒഫീഷ്യൽ അല്ലാതെ ഒരു വൈകാരികമായ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും തോമസ് കുര്യൻ അല്ലെ സന്തോഷ് ടി, നിങ്ങളൊക്കെ തോമസ് കുര്യനെ ഓർക്കുന്നുണ്ടെന്ന്. നമ്മൾ എമ്മാവസിലൊക്കെ നിലത്ത് കിടക്കുക, പിന്നെ ഒന്നിച്ച് ഈ ഭയങ്കര ഒരു എന്താ പറയുക, അതൊക്കെയായിരുന്നു നമ്മുടെ ഇപ്പോഴും ഉള്ള മധുരിക്കുന്ന അനുഭവം, ഓർത്തിരിക്കാനായിട്ട് പറ്റുന്ന അനുഭവം. നമ്മുടെ നവീകരണത്തിൽ നമ്മൾ കാലെടുത്ത് വെച്ച ആദ്യ കാലഘട്ടങ്ങളിലെ ആ ഒരു അനുഭവങ്ങള് അത് മറക്കാൻ പറ്റില്ല. ഇപ്പോഴും നമുക്ക് ആ ഉത്തേജനം തരുന്ന അതാണ്. അത് ബ്രദർ എന്നുള്ളതൊന്നും അല്ല, അതിനപ്പുറം നമ്മളിപ്പോ അന്ന് ഒക്കെ ആയാലും എല്ലാരും സഹോദരങ്ങൾ എന്ന ഇതില് നമ്മള് ചേട്ടാ അല്ലെ വിളിച്ച് ചേച്ചി വിളിച്ച് സഹോദര എന്ന് വിളിച്ച് പിന്നല്ലേ. ഇപ്പോഴാണ് നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദർ എന്നുള്ള അല്ലേ, അതൊരു വലിയൊരു അപകടമാണ്. അപകടവുമാണ്, ഒരു അകൽച്ചയുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടും. സുനിലെന്ന് വിളിക്കല്ല, ആ ഒരു വാക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഉള്ളിൽ തട്ടാറുണ്ട്. തീർച്ചയായും ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം. ഇപ്പം ഞാനും അങ്ങനെ വിളിക്കാം അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോമസ് കുര്യനെ അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. എന്നെ എല്ലാവരും ഇങ്ങനെ വിളിക്കുമ്പം സാരമില്ല, ഞാൻ പിന്നെ അതങ്ങോട്ട് ഈ ഓരോ കാലഘട്ടത്തിൽ അവരറിയാതെ ചിലരൊക്കെ അറിയാതെ ബഹുമാനത്തോടെ അവര് സ്പോണ്ടേനിയസ് ആയിട്ട് വിളിക്കുന്നു, കുഴപ്പമില്ല. എന്നാലും എനിക്ക് ഇപ്പൊ ഈ തോമസ് കുര്യനെ കാണുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു ബന്ധം നിലനിർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. രണ്ടെന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ അന്ന് കിട്ടിയ ഒരു വലിയ തീഷ്ണതയൊക്കെ ഉണ്ടല്ലോ, അതിപ്പോഴും ആ തീഷ്ണതയാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത്. ഇപ്പോഴ് ജീവിത പങ്കാളി അല്ലേ? അതെ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? പുള്ളിക്കാരത്തി ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, ചാവറ എന്ന് പറയും. അവിടെ അമനഗര എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠിപ്പിക്കുന്നു. ഞങ്ങൾ നമ്മളുടെ ബന്ധം എന്റെ പേര് സുനില്, പുള്ളിക്കാരത്തിന്റെ പേര് സുനിൽ. അതെങ്ങനെ ഒത്തുപോകുന്നത്? എനിക്കങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഭാര്യയും ഭർത്താവും സുനിലാണ്. അയ്യോ, അത് ഭയങ്കരമാണ്. അങ്ങനെ ഈ സുനിൽ എന്നുള്ള പേര് വളരെ കുറവാ പെൺകുട്ടികൾക്ക്. സുനിത എന്നുണ്ട്, സുനിയുണ്ട്. സുനിൽ വർഗീസ് എന്നാണ് പുള്ളിക്കാരത്തിന്റെ പേര്. അപ്പൊ അത് ദൈവം തന്നെ കൂട്ടിച്ചേർത്താണല്ലോ, പേരിൽ തന്നെ നിങ്ങൾ ഒന്നാക്കിയതാണ്. രണ്ട്, ഞാനിങ്ങനെ വിവാഹം കഴിക്കുന്ന സമയത്താണേലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മള് വേറൊന്നുമില്ല,
ഇപ്പൊ ഈശോയെ കരിസ്മാറ്റിക് അല്ലാത്തൊരു ആളെ വിവാഹം കഴിക്കണം എന്നൊരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ദൈവം ഇത് കൂട്ടിച്ചേർത്താണ് കേട്ടോ. കുഞ്ഞുങ്ങളിപ്പം 2 പെൺപിള്ളേരാ. രണ്ടുപേരും, ഒരാൾ MSW കഴിഞ്ഞു, UK ജോലിയായി. രണ്ടാമത്തെ മോള് MSc ഫിസിക്സ് ജർമ്മനിയിൽ പഠിക്കുന്നു, കൊളോൺ യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പൊ എത്ര വർഷമായി കൃത്യമായിട്ട് ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം ആയിട്ട് ഇങ്ങനെ? ഞാൻ അതെന്നെ തോമസ് കുര്യൻ എന്നോട് അങ്ങനെ പലരും ചോദിക്കാറുണ്ട്, ഇത് ഫുൾ ടൈം അല്ല, അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെയായി. 84 ശരിക്കും ഞാൻ ഈശോയായിട്ട് ഒരു വ്യക്തി ബന്ധം ഉണ്ടാകും, ഒരു യേശു അനുഭവം എന്ന് പറയും. നമ്മള് എൻകൗണ്ടർ എന്നൊക്കെ പറയുന്ന ഒരു അനുഭവം. പക്ഷെ ഞാൻ ഓർക്കുന്ന ഈ മോശയെ പോലെ ഒരാളായിരുന്നു ഞാൻ. ഈ വിക്കനാണ് ഒന്നും നമുക്ക് പറയാൻ ഭയങ്കര, അത് എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. 2 മോശയെ പോലെ ഒരു എന്താ പറയാ, ഈ മോശ ഇസ്രായേൽ ജനം ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ചാടി വീണ ഇടയ്ക്കാണ്. അതുപോലെ ഞാനും ഏത് പ്രശ്നത്തിലും എന്ത് ചെയ്യും, ഇടയ്ക്ക് കയറുമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ചെറുപ്പം തുടങ്ങി നമുക്ക് അങ്ങനെ ഈ ജനത്തിന്റെ വേദനകൾ നമുക്ക് ആ പ്രശ്നത്തിലൊക്കെ ഞാൻ ഇടപെടുവായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ. അപ്പൊ നമ്മൾ അതിനകത്തൊരു വില്ലനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അടി കിട്ടും, അല്ലെങ്കിൽ പ്രശ്നപരിഹാരകൻ ആണ്. അതാണ് പ്രശ്നപരിഹാരകൻ. അതാണ് ഇപ്പൊ ഏത് കാര്യത്തിൽ വന്നാലും നമ്മൾ ചാടി ഇടപെടും. അത് പാർട്ടിയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് SFIക്കാര് ഈ കൈസുവിനെ അടിക്കുമ്പോൾ അപ്പൊ നമുക്ക് ഭയങ്കര ഒരു വിഷമ, ഈ അടി ഉണ്ടാകുന്നു അല്ലേ? അതെ. അപ്പൊ ഞാനവിടെ ചാടി വീഴുവായിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കണം, നിനക്ക് എന്തിനു, ഇതിന്റെ വല്ല കാര്യമുണ്ട്? പക്ഷെ നമ്മൾ അന്നും ഇങ്ങനെ ഏത് പ്രശ്നത്തിലും ചാടി വീഴും. പിന്നെ ഈ മനുഷ്യൻ ഈ സങ്കടപ്പെടുന്ന അന്നും കണ്ടാൽ നമുക്കൊരു മനസ്സലിവുണ്ട്. മനസ്സലിവല്ല, നമുക്കൊരു വേദന. ആ വേദന ഭയങ്കര. ഈ ഹൈ റേഞ്ചിലല്ലായിരുന്നു? അതെ, ഞാൻ ഇടുക്കിക്കാരനാ ശരിക്കും. ഇടുക്കിയിൽ എവിടെയാ ശരിക്കും? ഇടുക്കി വെള്ളത്തൂലിനടുത്ത് പന്നിയാറൂട്ടി സുനിൽ എന്നാണ് അറിയപ്പെടുന്നത്. ശരി, ഞാൻ ഒരു പ്രാവശ്യം അവിടെ വന്നതായിട്ടോ. അതെ, എന്റെ വീട്ടിൽ വന്ന് കിടന്നിട്ടുണ്ട്. ഉണ്ട് അല്ലേ? പിന്നില്ലേ. ഈ ശരിക്കും ഞാനന്ന് തോമസ് കുര്യനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങളന്ന് കുട്ടികളുടെ ധ്യാനം നടത്തുമായിരുന്നല്ലോ. എന്റെ അനുജൻ ക്രിസ്റ്റീനിലുണ്ടായിരുന്നു, സിനിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാരും കൂടെ വീട്ടിൽ വന്ന് സന്തോഷം എല്ലാം കൂടെ ഒന്നിച്ച് കിടക്കി നമ്മളെ പുഴയിൽ പോയി കുളിക്കുകയൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ ധ്യാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് തോമസ് കുര്യൻ ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു, ക്യാച്ച് ചെയ്യുമായിരുന്നു. അതൊക്കെ ഞാൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുട്ടികളെ ധ്യാനം നടത്തിയിട്ടുണ്ടെങ്കിലും ശരിക്കും നിങ്ങൾക്ക് അതിനുള്ള ഒരു ഭയങ്കരമായ ഒരു കാര്യം, പിള്ളേരെ ഒരു ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പ്രത്യേകതയല്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്താകാം. ഈ കൊച്ചുനാളിൽ തന്നെ ഞാൻ ഈ ദേവാലയത്തിൽ കയറി ഇരിക്കുമായിരുന്നു. മധുബകയുടെ അടുത്ത് പോയി ഇങ്ങനെ 1 മണിക്കൂറൊക്കെ ഇരിക്കുമായിരുന്നു. ആണോ? സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കും. അതെവിടുന്ന് കിട്ടിയ? തന്നെ തോന്നിയാണോ? തന്നെ ഇങ്ങനെ എക്സ്പീരിയൻസ് വന്നു. അതായത് ഞാൻ 6 പഠിക്കുമ്പോൾ പന്നിയാറൂട്ടി സെന്റ് മേരീസ് മാതാവിന്റെ പള്ളിയാണ്. ഞാൻ അതിനകത്ത് കയറി കുരിശിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. 1 മണിക്കൂറൊക്കെ ഇരിക്കുമായിരുന്നു. പ്രാർത്ഥിക്കാമെന്ന് അറിയാമല്ല, 1 മണിക്കൂർ ഇരിക്കും. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ചെറുപ്പത്തിൽ കൂട്ടുകാരെനിക്കില്ലായിരുന്നു. കാരണം ഓടി ഞാൻ പള്ളിയിലേക്ക്. അപ്പൊ ഞാൻ ഈയിടെ ഒരു വിശുദ്ധനായ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, നമ്മുടെ ഈ കാർലോ അല്ലേ, ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഓടി ചാപ്പിൽ കയറുമായിരുന്നു. അപ്പനോട് അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയങ്കര ബന്ധം. ഇതുപോലെ എനിക്കും ചെറുപ്പത്തിൽ അങ്ങനെ ഒരു എനിക്കിഷ്ടമായിരുന്നു ഈശോയെ. എന്നാന്ന് എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഈ പാപം ചെയ്യരുത്, ഈ വല്യമ്മ പറഞ്ഞു തരും, പാപം ചെയ്താൽ നരകത്തിൽ പോകും. അപ്പൊ ഞാൻ ഈ നരകത്തിൽ പോകുന്നതുകൊണ്ടല്ല, അത് എന്റെ മനസ്സിൽ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ സാക്ഷ്യത്തിൽ ഈ ജീവിത അനുഭവം ഞാൻ വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പൊ അന്ന് നമുക്കും അങ്ങനെ ഒരു ഈശോയുടെ ഒരു ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഈശോ അനുഭവം, അങ്ങനെ ഒരു അനുഭവം ഒന്നും എനിക്കില്ല. ഒരു സ്നേഹം, ഒരു ബന്ധമുണ്ട്, ഒരു ബന്ധമുണ്ട്, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടായ ഒരു ഇൻസ്പിറേഷൻ. അപ്പം അത് മറ്റു കുട്ടികളൊക്കെ ദേവാലയത്തിൽ കയറി ഇങ്ങനെ സംസാരിക്കുമ്പോഴും അലസരായിട്ട് നടക്കുമ്പോഴൊന്നും ഞാൻ അങ്ങനെ ചെയ്യാലായിരുന്നു. അതെനിക്ക് ആരും പറഞ്ഞു തന്നിട്ടല്ല, കുഞ്ഞിലേ തന്നെ എനിക്ക് അങ്ങനെ ഉണ്ട്. വീടിന്റെ പശ്ചാത്തലം, പേരൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഈ പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട്? അതാണ് മറ്റൊരു സത്യം. അപ്പച്ചനും അമ്മയും പള്ളി എന്ന് വെച്ചാൽ അവര് പള്ളിയുടെ ആളുകളായിരുന്നു. ആളുകൾ നമ്മള് പറയല്ലേ, പള്ളി കിടക്കുക. ഇപ്പൊ പള്ളി കിടക്കുന്ന പേരൻസ് ആയതുകൊണ്ടായിരിക്കും നമ്മളും പള്ളിയിൽ ആൾക്കാര് അല്ലേ? അത് തന്നെ.
അത് എന്നെ പറഞ്ഞാൽ എനിക്ക് അതൊരു സന്ദേശമായിട്ട് പറയുന്നത്, ഈ മാതാപിതാക്കൾക്ക് പള്ളിയോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മക്കളും അറിയാതെ അങ്ങനെ ഒരു ആയിപ്പോ. ബൈബിളിലായാലും പഴയ നിയമത്തിലും പഴയത്തെ കാണാൻ പറ്റും. അവിടെ എല്ലാം ഈ ദേവാലയമായിട്ട് ബന്ധപ്പെട്ടല്ലേ. ഉണ്ട്. അബ്രഹാം സഞ്ചാരിയാണ്. അപ്പൊ ഈ അബ്രഹാം എവിടെ ചെന്നാലും ആദ്യം ഒരു ബലിപീഠം പണിയുമായിരുന്നു, എന്നിട്ട് ബലി അർപ്പിക്കുമായിരുന്നു. അപ്പൊ ആ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഈ ബലിപീഠത്തോട് ചേർന്ന. ഈ സാമുവേലിനെ കുറിച്ച് പറയുന്നത് അവൻ ബലിപീഠത്തിൽ കിടന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങും. അതെ. അങ്ങനെ ദൈവസ്വരം കേട്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും കുമ്പസാരിക്കുന്ന സമയത്ത് എന്നോട് അച്ഛൻ പറഞ്ഞൊരു കാര്യം, അച്ഛൻ എൻ്റെ പാവങ്ങളൊക്കെ കേട്ടിട്ട് എന്നോട് ചോദിച്ചു, യൂട്യൂബിൽ പ്രസംഗിക്കുന്ന ബ്രദറെ സുനിലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പ്രസംഗം. എന്നിട്ട് അച്ഛൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങളൊരു പുരോഹിതനാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഒരു കുമ്പസാരക്കാരൻ എന്നോട് പറയുക, നിങ്ങളും ഒരു പുരോഹിതനാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ അതെന്നെ ഒരുപാട് ആ കുമ്പസാരത്തിൽ തന്നെ ഒത്തിരി ടച്ച് ചെയ്തു. പൊതു പൗരോഹിത്യം ഓരോ അൽമായർക്കും മാമോദിസ സ്വീകരിച്ചവർക്കും ഈ പൊതു പൗരോഹിത്യം എല്ലാവരുടെ മേലുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളൊരു പുരോഹിതനാട്ടോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പൊതു പൗരോഹിത്യം ഉദ്ദേശിച്ച അച്ഛൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും ഒരു കുമ്പസാരക്കാരൻ അങ്ങനെ പറയാന്ന് പറഞ്ഞപ്പോൾ എന്നെ അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അപ്പൊ ഞാൻ മാറ്റി നിർത്തപ്പെട്ടവനാണെന്നാണല്ലോ. തീർച്ചയായും. അപ്പൊ എങ്ങനെ ഈ ശരിക്കും ഈ നവീകരണ അനുഭവം അത് ഉണ്ടായ സാഹചര്യം എങ്ങനെ? അമ്മയാണ് ആദ്യം പോയി ധ്യാനിക്കുന്നത്. എന്റെ വീട്ടിൽ ഈ എന്നും രോഗം ഉണ്ടായിരുന്നു, എന്നും രോഗം. 2 ഹോസ്പിറ്റലിൽ ആണ്ട് പറ്റായിരുന്നു. കാരണം ഒരാൾ വരുമ്പോൾ അടുത്ത ആൾ വരുമല്ലോ. അപ്പൊ അവന്റെ സിസ്റ്റേഴ്സ് പറഞ്ഞു നിങ്ങളെ വർഷത്തിൽ കണക്ക് തീർത്താൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കാരണം ഈ ഹൈ റേഞ്ചിൽ ഈ കുരുമുളക് പറിക്കുമ്പോഴ്, ഈ അടയ്ക്ക പറിക്കുമ്പോഴ് വർഷത്തിൽ ഒന്നാണല്ലോ ഇത് പറിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ പറ്റ് തീർക്കും, അവർക്കും സന്തോഷമാണ്. കാരണം ഈ ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ അവിടേക്ക് വരുക. അപ്പൊ അങ്ങനെ ഈ രോഗത്തിന്റെ ഒരു പരമ്പരയായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് തലവേദനയായിരുന്നു. ഞാനിപ്പോഴും കാണുന്ന അമ്മ ഈ തല ഇങ്ങനെ കെട്ടി വെച്ചോണ്ട് കിടക്കുന്നതാണ്, തലവേദന കൂടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഒരു എന്തൊക്കെയോ ഒരു നമുക്കറിയാതെ തന്നെ ഒരു അസ്വസ്ഥതയുണ്ട്, ഒരു സമാധാനം ഇല്ലെന്ന് പറയുന്നുണ്ട്. അതെ. അപ്പൊ അമ്മ പോയി ധ്യാനം കൂടി, അമ്മയുടെ തലവേദന മാറി. പിന്നെ ഈ അന്നത്തെ നവീകരണം എന്ന് പറയുന്നത് ഈ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ഷമ ചോദിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാന ധ്യാനത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈ മാപ്പി ഒതുക്കുക, ക്ഷമ ഒതുക്കുക, അനുഗ്രഹിച്ച് അതാണ് പറഞ്ഞു വിടുന്നത്. അത് നമ്മൾ കാണുവാണ്. അപ്പൊ ഇത് കാണുമ്പം ഈ പോയോലല്ലല്ലോ വരുന്നത്. ഈ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ നമ്മളും തകർന്നു പോകും. അപ്പൊ ഈ അമ്മ അപ്പന്റെ കാലേ വീട് ക്ഷമ ചോദിക്കുന്നു, ഞങ്ങൾ മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ. പിന്നെ അയലോക്കത്ത് വീട്ടിൽ ചെന്നു, അവിടെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇത് നമ്മൾ ഞെട്ടുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തോ ഈ സംഭവം ഉണ്ട്. അപ്പൊ അന്നൊന്നും ഇങ്ങനെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ പോകും. അല്ല ഇത് അപ്പൊ അവിടെ ചെന്ന് ഈശോ അങ്ങനെ അപ്പം പോയി. അപ്പച്ചൻ വന്നത് അതിലേറെ അനുഭവത്തിൽ. അപ്പോഴാണ് ഞാൻ പോകുന്നത്. 84 ഞാൻ ധ്യാനം കൂടുന്നു. അന്ന് എൻ്റെ ധ്യാന ഗുരു എന്ന് പറഞ്ഞാൽ പള്ളിക്കൂന്നല്ല അച്ഛൻ, അഗസ്ത്യം പള്ളിയാകുന്നില്ല, തൊടുപുഴ. അതെ തന്നെ. ഞാൻ അന്ന് തൊടുപുഴയില്ല, അന്ന് മൂവാറ്റുപുഴ ജീവജ്യോതിയിലായിരുന്നു. പിന്നെ മരിച്ചുപോയ ആനിക്കുഴിക്കാട്ടി പിതാവായിട്ടില്ല, അന്ന് അച്ഛനാണ്. അന്ന് ജീവജ്യോതിയുടെ ഡയറക്ടറാണ്. അപ്പൊ അവിടെ വന്നത് ഞാനും കൂടി. അവിടെ അന്നൊരു കുഞ്ഞേട്ടനുണ്ട്, കുഞ്ഞേട്ടൻ മരിച്ചുപോയി, ജോർജ് സാർ. ഈ കുഞ്ഞേട്ടനൊക്കെ അക്ഷരാഭ്യാസമൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. പക്ഷെ വചനം ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയായിരുന്നു. ആ ധ്യാനത്തിൽ ഒരു ഭയങ്കര ഞാൻ പൊട്ടിക്കരയുകയൊക്കെ ചെയ്തു. ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ പഞ്ഞിക്കെട്ട് പോലെയായി. ഭയങ്കര സമാധാനം, നമുക്ക് ഭയങ്കര ആനന്ദം. അത് അന്നത്തെ ഒക്കെ ധ്യാനത്തിന്, ആ കാലഘട്ടത്തുണ്ടായിരുന്ന ധ്യാനത്തിനെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വലിയൊരു ആന്തരിക സൗഖ്യമാണ് കിട്ടുന്നത്. മനസ്സിന്റെ മേഖലയിൽ, ആത്മാവിന്റെ മേഖലയിലോ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിട്ടുതല കിട്ടുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഭയങ്കര സന്തോഷം. പഞ്ഞി പോലെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്, ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത. ശരിക്കും എനിക്കും ആയാലും കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞ ഇതാ. ഞാൻ 85-ലാണ് ഞങ്ങളുടെ ഇടവകയിൽ യൂത്തിന് വേണ്ടി ഒരു ധ്യാനം നടത്തി. ആരാ നടത്തി? അത് നമ്മള് ഈ ജോസ് നവാസ് അച്ഛൻ, അച്ഛൻ്റെ നേരത്തെ മേരുക്കുട്ടി ചേച്ചി. അപ്പൊ ആ ധ്യാനത്തിന് ആണ് ഈ ഭയങ്കര അനുഭവം എനിക്ക് കിട്ടിയത്. അപ്പൊ അവിടെ ധ്യാനം എന്ന് പറഞ്ഞാൽ വലിയ രോഗശാന്തി പ്രാർത്ഥനയോ അങ്ങനെ വേറെ വിടുതൽ പ്രാർത്ഥന അങ്ങനെയൊന്നുമില്ല. ഈ ധ്യാനത്തിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് എൻ്റെ ഈ ഇന്നർ ഹീലിംഗ് എനിക്ക് കിട്ടി. ഭയങ്കരമായ ദുഃഖത്തിൽ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഭയങ്കര എനിക്ക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ദുഃഖമായിരുന്നു.
ഇൻഫിനിറ്റി കോംപ്ലക്സ്, എനിക്ക് ഒന്നിനും കൊള്ളിയേല എന്നുള്ള അപകർഷതാബോധം, ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നറിയാമല്ല. കുമ്പസാരതെല്ലാം കഴിഞ്ഞ് പിന്നെ ആരാധനയും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഭയങ്കരമായ സന്തോഷം കൊണ്ട് എന്നെ സ്വർഗം കിട്ടിയതുപോലെ അനുഭവമാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ പിടിച്ചു നിർത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞത്. എനിക്ക് രോഗശാന്തി ഒന്നും കിട്ടുമോ, കണ്ണടച്ചപ്പോൾ ലൈറ്റ് അടിക്കുന്ന പോലെയോ, മാതാവിനെ കാണുമല്ലോ, ഈശോയെ കാണുന്ന ഒന്നും, ഒരു ദർശനവും ഉണ്ടായില്ല. സെയിം സംഭവം എൻ്റെ. ഒരു കറണ്ട് അടിക്കുന്ന അനുഭവം ഉണ്ടായില്ല, ഒരു വെളിപ്പാടും കിട്ടിയില്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഈ ആന്തരികമായ സൗഖ്യം, ആ ടച്ചിങ് ആണ് അത്. കർത്താവ് നമ്മളെ ശക്തമായി നമ്മളെ ആന്തരിക മനുഷ്യനെ തൊട്ട് സ്പർശിക്കുന്നതിൻ്റെ അടയാളമാണ്, വ്യക്തമായ അടയാളമാണ്. അപ്പം ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ ധ്യാനങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. അവൻ ആന്തരിക സൗഖ്യം, അതിലൂടെ വലിയ മാനസാന്തരം, അതാണ് എംബസസ് ചെയ്തിരുന്നത്. ഇന്നാണ് അതൊക്കെ പല രീതിയിലോട്ട് മാറിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്നിങ്ങനെ ഒരു ബന്ധന പ്രാർത്ഥന ഒന്നും ഇല്ലെന്ന്. ഇല്ല. അന്ന് ഈശോയാണ് കേന്ദ്രീകരണം. അതുപോലെ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരും കുമ്പസാരിക്കുന്നു. കുമ്പസാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, അതെ, വാവിട്ട് നിലവിളിക്കുന്നുണ്ട്, നിലവിളിച്ച് കരയുക. അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദിവസം അന്നൊരു ഭയങ്കരമായ എന്താ പറയുക, ഒരു സ്വർഗീയ അനുഭവം നമുക്കിങ്ങനെ കിട്ടുക. അപ്പോൾ ഇറങ്ങും കഴിഞ്ഞ് ഞാൻ ഈ മൂവാറ്റുപുഴയിൽ നിന്ന് ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ടല്ലോ, ഇതെല്ലാം കാണുമ്പോൾ വേറെ ആണ്ട് ലോകത്തുനിന്ന് എന്താ നിൽക്കുന്ന പോലെയാണ്. നമ്മൾ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. പിന്നെ വെളുപ്പിനേറ്റും ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് തോന്നും, ബൈബിൾ വായിക്കണം. ഈ ബൈബിളിനോടൊക്കെ ഒരു ആർത്തി തോന്നുന്നു നമുക്ക്. ചുമ്മാ വായിച്ചു. പിന്നെ കാണുന്നവരോടെല്ലാം ഈശോയെക്കുറിച്ച്, അയ്യോ ധ്യാനിക്കണം കേട്ടോ, കർത്താവ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വായി ഈശോ 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 എന്ന് ഇങ്ങനെ അറിയാതെ വരുമോ. അപ്പൊ ഈ ആളുകൾക്ക് അറിയാം ഇവൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അറിയാം. സാധാരണ ആൾക്കാരും അറിയാം അവൻ എന്തോ പറ്റിയിട്ടുണ്ട്, അങ്ങനെ അതേ വട്ട് പിടിക്കുമെന്ന് പറയാം, എന്തോ കുഴപ്പം ഉണ്ടായിട്ടുണ്ട്, നോർമൽ അല്ലാത്ത രീതിയിലാകും എന്നുള്ളത് തീർച്ചയായും ബൈബിളിൽ പറയുന്ന കാര്യമാണ്. ആത്മാവ് വന്നു കഴിയുമ്പോൾ പിന്നെ ലഹരി പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലഹരി പിടിച്ചവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അപ്പം ആ ലഹരി കൂടിയപ്പോഴത്തേനും നമ്മൾ പിന്നെ നമുക്ക് എന്താ പറയുക, ഈ നിരാശയില്ല, പിടിച്ച പോലെ ഓടി നടക്കുക. അതെ, പിന്നെ ഒരു കുറ്റബോധമില്ല, നിരാശയില്ല, പിന്നെ പ്രത്യാശ. അതാ ഈ ആത്മീയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറയുന്നത്. തീറ്റയോ കുടിയോ അല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ ഭക്ഷണമോ പാനീയോ അല്ല. അത് നമുക്ക് ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ടോ ഭക്ഷണം കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് കിട്ടുന്നതല്ല. അതിനപ്പുറത്ത് സ്വർഗം നമുക്ക് തരുന്ന ഒരു ആനന്ദമുണ്ട്, ആനന്ദം, സന്തോഷമാണ്. അതാണ് ഈ പരിശുദ്ധാത്മാവ് തരുന്നത്. അതാണ് ശരിക്ക് ദൈവ അനുഭവം എന്ന് പറയുന്നത്. പിന്നെ അന്നൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ഹൈറേഞ്ചിലൊക്കെ ആണെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് സജീവമായിരുന്നു. അപ്പോൾ ആരൊക്കെ ധ്യാനിക്കാൻ പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അറിയാം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പ്രയർ ഗ്രൂപ്പും സെൽ ഗ്രൂപ്പും ഭയങ്കര ശക്തം, തീ പാറുന്ന കൂട്ടായ്മയാണ്. നിങ്ങളുടെ അവിടെയെല്ലാം വളർന്നു വന്നത് ഈ ഒന്ന് പ്രയർ ഗ്രൂപ്പ്, പിന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ളത് സെൽ ഗ്രൂപ്പ്. അത് എന്തായിരുന്നു, അതിലോട്ട് എങ്ങനെയാ വന്നത്? അതെന്താന്ന് വെച്ചാല്, ഒന്ന് ഈ എൻ്റെ ഇടവകയിൽ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ലീഡർ എന്ന് പറയുന്നത് ദേവസ്യാച്ചൻ എംബ്രയിൽ എന്ന് പറയും. അദ്ദേഹത്തിന്റെ ചേട്ടനാണ് ജോസഫ് സാർ എംബ്രയിൽ. പുള്ളിയുടെ മാന സന്തോഷ്, ക്യാമ്പസ് മിനിസ്റ്ററുടെ കോർഡിനേറ്റർ. അറിയാം. അപ്പൊ ഇവരൊക്കെ അന്നത്തെ കാലത്ത്, ആദ്യ കാലത്ത് ധ്യാനം കൂടിയവരാ. അപ്പൊ ഇവരെല്ലാം വന്നിട്ട് ഇങ്ങനെ കൂട്ടായ്മയുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഞാനിങ്ങനെ ധ്യാനം കഴിഞ്ഞ് വന്നിറങ്ങുമ്പോഴേ ഇങ്ങനെ കാത്തിരിക്കുക, ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ഏത് വന്ന് ഓർത്ത് നോക്കി, നമ്മളെ വല്ലവരും മൈൻഡ് ചെയ്യുന്നതാണ് കാലമാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് കെട്ടിപ്പിടിക്കുക. എനിക്ക് ആദ്യം ഉമ്മ തരുന്നത് കരിസ്മാറ്റിക്കാരാ. ഇപ്പൊ അങ്ങനെ വൈകാര്യമായ ഒന്നും ആര് ധ്യാനം കൂടി വന്നാലും അറിയോ ഇല്ല പോയി. പക്ഷെ അന്ന് ധ്യാനം കൂടി വന്നു കഴിഞ്ഞാൽ 10 പേര് അറിയും, നാട്ടിലറിയും അല്ലേ? അതെ. എന്നിട്ട് ബാഗൊക്കെ മേടിച്ച് പിടിക്കുക. എന്നോട് പറഞ്ഞു, സുനിലിങ്ങനെ കൂട്ടായ്മയ്ക്ക് വരണമെന്ന് പറഞ്ഞു, പ്രയോഗത്തിലേക്ക് വിളിക്കുക. അപ്പൊ ഈ ഉമ്മ കിട്ടിയതോടുകൂടി നമ്മൾ ഫ്ലാഷായി. പിന്നെ ബാഗൊക്കെ മേടിച്ച് പിടിച്ച്. അപ്പൊ ഞാൻ അന്നൊന്നും പോയല്ലേ, കരിസ്മാറ്റിക് കൂടി വട്ട് പിടിക്കുന്നല്ലേ പറയുന്നത്. അങ്ങനെ ഉണ്ട്, ശ്രുതിയുണ്ട്. ഉണ്ട്. അപ്പോഴാണ് ചെന്നപ്പോഴോ എല്ലാ 60 വയസ്സിന് മേളിലോട്ടുള്ളവരാണ് ഈ കൂട്ടായ്മയിലുള്ളത്. ഇവർക്ക് എന്നെ നിധി കിട്ടിയതുപോലെ അമ്മച്ചിമാര് വന്ന് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുക. അന്നെനിക്ക് 15 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇവരെന്നെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ മനുഷ്യൻ പരിചയപ്പെടുത്തി കേട്ടോ. അതാണ് ഭയങ്കരം.
നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ ധ്യാനം കൂടി ദൈവകൃപയിൽ നിറഞ്ഞു വന്നിട്ടുണ്ട്. അദ്ദേഹം 2 വാക്ക് രണ്ട് വാക്കായി നമ്മളെ ആപ്പ് ചെയ്ത് പോയി. അയ്യോ എന്റെ സകലിപ്പിച്ചു. അപ്പൊ ഞാൻ കണ്ണടച്ച് നിന്നേച്ചു. അപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇങ്ങേർക്ക് മനസ്സിലായി ഞാൻ സംസാരിക്കത്തില്ലെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ മനുഷ്യന് അതിനെ ചില സാങ്കേതിക കാരണങ്ങൾ. നല്ല കാര്യം പറഞ്ഞതിനെ സ്കിപ്പ് ചെയ്ത്. അതെ എന്നിട്ട് പുറത്തിറങ്ങിയപ്പോ എന്നോട് പറഞ്ഞു സാരമില്ല, ആദ്യമൊക്കെ ഇങ്ങനെയാ, പതുക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ടോ ഈ മനുഷ്യൻ എന്നെ പുള്ളി പറഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിലൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നെ വലിയ ആനയിച്ച് കൊണ്ടുപോകാം, ഭയങ്കര ആളെ കൊണ്ടുപോകുന്ന പോലെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം. അവിടെ ചെന്നപ്പോ ഈ മനുഷ്യൻ എന്ത് ചെയ്തേക്കുക, അന്ന് ഈ ചക്കയുള്ള കാലമാണ്, ചക്കയും നല്ല കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുക. അപ്പൊ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഓർത്തു മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും വരണം. അതെന്നെ ഒരുപാട് ആ ഭക്ഷണം തന്നതും സ്നേഹിച്ചതും ഈ ദേവസ്യാഞ്ചേട്ടനെ മറക്കാൻ പറ്റില്ല. മരിച്ചുപോയി അറ്റാക്ക് വന്നു. അപ്പൊ ഈ പുള്ളി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അന്നൊക്കെ അങ്ങനെയുള്ള ഒത്തിരി നല്ല അന്ന് കൂട്ടായ്മയിൽ വരുന്നവരെ വ്യക്തിപരമായിട്ട് അറിയും. എത്ര പേര്, 15 പേര് 20 പേരുണ്ടെങ്കിൽ ആ വ്യക്തി 20 പേരെയും ആ ലീഡറും അല്ലെങ്കിൽ മറ്റുള്ളവരും അവർക്ക് അറിയാം. അവരെ ബന്ധപ്പെടുക, അവര് വീടുമായിട്ട് പരിചയം, ബന്ധപ്പെടുക, അവരുടെ പ്രത്യേകതകൾ അറിയുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ചേർന്ന് നിൽക്കുക. അതൊക്കെയാണ് കൂട്ടായ്മയിലേക്ക് ഇവര് വരാനായിട്ടുള്ള അല്ലേ വലിയൊരു പ്രേരണ. എല്ലാവരും അത് കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിന്റെ ഒരു പ്രത്യേകത, എന്നെ ഈ ജെയിംസ് കുട്ടി ബ്രദറാണ് ആദ്യം സ്റ്റേജിൽ കയറ്റുന്നത്. പക്ഷെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അമ്മച്ചിമാരാ, പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അമ്മച്ചിമാര് ഞങ്ങൾക്കൊരു കൊച്ചുണ്ട്, ഞങ്ങളുടെ കൊച്ചു മിടുക്കനാ. അപ്പൊ ഞാൻ ഓർക്കിയത് എന്റെ അമ്മ പറയുന്നതിനും ഭയങ്കരമല്ല അവര് പറയും. അപ്പൊ അവർക്കാണ് സന്തോഷം. ഞാൻ പോയി പ്രസംഗിക്കുക, അല്ലെ ഞാൻ അന്നൊന്നും പ്രസംഗിക്കാൻ ഇതില്ല, സാക്ഷ്യം പറയാന്ന് ഞങ്ങളുടെ സുനിൽ എന്നാ പറയുന്നത്. അത്ര ഒരു എന്തുണ്ട് ബന്ധത്തിലിട്ട്. അപ്പൊ ഈ കൂട്ടായ്മ വിട്ട് ഞാൻ ഒരു സ്ഥലത്തും പോയാലായിരുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അത് മരിച്ച ഞാൻ ഓർക്കുന്നുണ്ടോ, ഒറ്റ പ്രയർ ഗ്രൂപ്പ് ഒഴിവാക്കി. അല്ല, അന്ന് ആ കാലഘട്ടത്ത് നമുക്ക് പവർ കിട്ടിക്കൊണ്ടിരുന്നത് ഈ സോഴ്സ്, ഈ മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടുന്നത് ഈ പ്രയർ ഗ്രൂപ്പ് വഴിയാണ്. പ്രയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഈ കുമരകത്ത് വള്ളാറപ്പള്ളിയില് നമ്മുടെ പ്രയർ ഗ്രൂപ്പ് അന്നുണ്ട്. അന്ന് ഈ അമ്മച്ചിമാര് ആചാരപ്പെട്ടമാര് കുറച്ച് യൂത്ത് ഉണ്ട്, കുറച്ച് യൂത്തുകൾ വരും. എല്ലാം വന്ന് 2:30 മുതൽ 4 മണി വരെ പ്രയറാ. വന്നു കഴിഞ്ഞാൽ പാട്ടൊക്കെ പാടി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെല്ലുമ്പോൾ ഈ ധ്യാനം കൂടുന്നവർ അവിടെ വരണം. അങ്ങനെയാ, അതിലൂടെയാണ് വളരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഭയങ്കര നമ്മൾ ഒരു വാക്ക് പോലും പറയാൻ അറിയാൻ മേലാത്ത അപകർഷതാവതമുള്ളവനാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വട്ടത്തിൽ എല്ലാവരും ഇരിക്കുക. ഈ കസ്മാറ്റിക് കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത ഉണ്ട്, വട്ടത്തിൽ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരെയും കാണാം അല്ലേ, എല്ലാവരും മുഖാമുഖം കാണാം. പിന്നെ രണ്ടാമത് ഒരു പ്രത്യേകത അറിയോ, ആരും താഴ്ന്നവനോ ഉയർന്നവനോ ഇല്ല, എല്ലാവരും ഒരുപോലെ സമന. അതാണ്. മാത്രമല്ല, നമ്മളിപ്പോ ആദ്യമായിട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു വാക്ക് മിണ്ടാറിയാൻ മേല. അത് നമ്മളിങ്ങനെ കണ്ണടച്ചിരിപ്പ. എല്ലാവരും കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ അതൊക്കെ കണ്ണ് തുറന്ന് എല്ലാവരും ഇങ്ങനെ നോക്കും. എല്ലാവരും കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കും. അപ്പൊ നമ്മളിങ്ങനെ ചിലപ്പോൾ വീട്ടിൽ എല്ലാവരും ഈ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കും. അതൊരു പ്രത്യേകത ഉണ്ട്. ഒരാൾ പ്രാർത്ഥിച്ച ഉടനെ അടുത്തയാൾ ഇങ്ങനെ വട്ടം കറങ്ങി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഒരു ചെറിയ കടലാസയിലൊക്കെ എഴുതിക്കൊണ്ട് വരും, നമ്മുടെ സമയം പറയാനായിട്ടുള്ളത്. അപ്പം ഒരു പ്രാവശ്യം എഴുതിക്കൊണ്ട് വന്ന് നമ്മൾ പറയാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ടിരിക്കുമ്പോഴായി എൻ്റെ മുമ്പുള്ള ആൾ അതങ്ങ് പറഞ്ഞു പോയി. ഞാൻ പറയാനായിട്ട് എഴുതി തയ്യാറാക്കിയ ആ പ്രാർത്ഥന എൻ്റെ മുമ്പിലുള്ള ഒരാൾ പറഞ്ഞു പോയി. അയ്യോ എൻ്റെ ദൈവം, ഇപ്പം നമുക്കില്ല പറയാനായിട്ട്, ഗ്യാസ് പോയി. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്ക് വല്ല ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ നമ്മളെന്ന് അറിയാവും, നമ്മൾ വളരെ നമ്മുടെ ഉള്ള ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുകയാണ്. നമ്മുടെ ഇൻഫെക്റ്റീവ് കോംപ്ലക്സ് സ്കൂളൊക്കെ മാറി സൗഖ്യം കിട്ടി അവരുമായിട്ടുള്ളൊരു വലിയ ബന്ധത്തിലോട്ട് വരികയും, അങ്ങനെ ഞായറാഴ്ച എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടെങ്കിൽ വേറെ ഒരു പരിപാടിക്കും, കല്യാണോ മരണോ വരുവാതെ ഒരു പരിപാടിക്ക് പോകുകയില്ല. അന്ന് അതിനോടൊരു വലിയ ബന്ധമായിരുന്നു. അതിലൂടെയാ സത്യത്തില് ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അല്ലേ നമ്മളെല്ലാം വളർന്നത്. അതെന്നറിയോ, ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ സ്കൂളിൽ വന്നിരിക്കും. അവിടെ സ്കൂളുണ്ട്, എല്ലാവരും ഇന്ന് വർത്താനം പറയും. ഞാനിന്ന് റോസമ്മച്ച എഴുതിയുണ്ട്, ഒരുപാട് പേരുണ്ട്, ദേവസ്യം ചേട്ടനുണ്ട്,
പിന്നെ വേറെ അപ്പഞ്ചേട്ടനുണ്ട്. അപ്പൊ എന്നാണ്ട് വിശേഷം, ഈ ആഴ്ച എന്നായിരുന്നു പരിപാടി, ഇങ്ങനെ അവിടെ ഇരുന്ന് കുറേ സമയം ഇങ്ങനെ വർത്താനം പറയും. എന്നിട്ടാണ് കൂട്ടായ്മയിലേക്ക് പോകുന്നത്. അപ്പൊ ഇന്ന വീട്ടിൽ ഇന്ന പ്രശ്നമുണ്ട്, രോഗമാണ്, ഇന്നയാൾ ആശുപത്രിയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കരമായ ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടായിരുന്നേ. ഈ കൂട്ടുകാരൊക്കെ എങ്ങനെയാ, നമ്മുടെ കൂടെ ഉള്ള പരിചയമുള്ള കൂട്ടുകാരൊക്കെ ഇതിലോട്ടൊക്കെ വന്നിട്ടുണ്ട്? എനിക്ക് അങ്ങനെ ഈ കൂട്ടുകാരങ്ങനെ ഇല്ലായിരുന്നു. എനിക്ക് ഈ എൽഡേഴ്സുമായിട്ടായിരുന്നു ബന്ധം. അത് കഴിഞ്ഞിട്ടാണ് ഈ ജെയിംസ് ഊട്ടി ബ്രദർ എന്നെ ജീവിതത്തിൽ മാറ്റി. അതായത് ദൈവം എനിക്ക് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ഓരോരുത്തരെ തരുമായിരുന്നു. ഒന്ന് ഈ ദേവസ്യാൻ ചേട്ടൻ, അതിനുശേഷമാണ് ജെയിംസ് ഊട്ടി ബ്രദർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടുക്കി തങ്കച്ചാനെ കണ്ടുമുട്ടുന്നത്. അതെന്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റമായി. തങ്കച്ചായന്റെ ആ വന്നത്തെ തീഷ്ണതയും കൂടെ മറ്റുള്ളവരെ നിർത്തി നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ഒത്തിരി പേരെ ക്ലാസ്സുകളൊക്കെ ലാളിത്യം നിറഞ്ഞ ആ ക്ലാസ്സുകളൊക്കെ എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ക്ലാസ്സുകളും ഫോർമേഷനും ഒക്കെ നിങ്ങൾ ഇടുക്കി പ്രദേശത്തുള്ള ലീഡേഴ്സിനെ മൊത്തം സ്വാധീനിച്ചിട്ടുണ്ട്. അതേ രീതിയിലാണ് നിങ്ങൾ അവിടെയുള്ളവരെല്ലാം, നമ്മുടെ ഷാജി വൈക്കത്തോളം സജിയും നിങ്ങളും എല്ലാവരും ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴായാലും അതേ ശൈലിയിൽ ലാളിത്യം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ അങ്ങനെ ചേർത്ത് പറയുന്നത്. അതിന് തങ്കച്ചായൻ ഒത്തിരി അധികം അല്ലേ? പിന്നില്ലേ ഈ സഭയെക്കുറിച്ച് വ്യക്തത തന്ന തങ്കച്ചായൻ, ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞ തങ്കച്ചായൻ. അപ്പോൾ തന്നെ ഞാൻ പുള്ളിയിൽ കണ്ട ഏറ്റവും വലിയ, ആ വ്യക്തിയിൽ കണ്ട ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ പുള്ളി ജീവിച്ചുകൊണ്ട് പ്രസംഗിക്കും. അതാണ്. അപ്പം ജീവിതമാണ് സുവിശേഷം എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇതൊരു എന്താണ്, ജീവിത ശൈലിയാണ്. അതായത് നമ്മളല്ലാണ്ട് പള്ളി വരുമ്പം പ്രസംഗിക്കുന്നു, വീട്ടിൽ ചെല്ലുമ്പോൾ അല്ല. വീട്ടിൽ ചെല്ലുമ്പോഴും കടയിൽ പോകുമ്പോഴും ഒരു വേറെ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ ജീവിതമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സാധാരണ പൊതുവെ ഞങ്ങളൊക്കെ ഗർജിക്കുന്ന സിംഹം ഇടുക്കിയുടെ ഗർജിക്കുന്ന സിംഹം ആ ഹെഡിങ് വെച്ച് തന്നെ ഞങ്ങള് പോസ്റ്റർ എടുക്കുകയും കോട്ടയത്ത് വലിയ കൺവെൻഷൻ നടത്തിയപ്പോൾ ഇടുക്കിയിലെ ഗർജിക്കുന്ന സിംഹം തങ്കച്ചൻ വി അഗസ്റ്റിൻ പങ്കെടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒന്നാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സമയത്തിൻ്റെ തിരക്കുള്ളത് കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഇതിൻ്റെ തുടർച്ച അടുത്തയാഴ്ച ഉണ്ടായിരിക്കും. കൂടുതൽ മനോഹരമായ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തയാഴ്ച നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് കാത്തിരിക്കണം, കാണണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങൾക്ക് എപ്രകാരം ഇത് സഹായകരമായി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തുക. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.